can say if your love grows as your heart shows only time. We are there, we are പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് ശിഷ്യനായ യോഹന്നാന്റെ ഫീസ്റ്റാണ്. സുവിശേഷ ഭാഗം എടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ്. ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞ് മഗ്ദലന മറിയം പറഞ്ഞതനുസരിച്ച് പത്രോസും യോഹന്നാനും കൂടി കല്ലറയിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് കണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം മനസ്സിലാക്കി എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം. വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയോ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന്? ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രത്യാശയാണ്. കാരണം നമുക്കൊക്കെ ഉയർപ്പുണ്ട് എന്നൊരു പ്രത്യാശ നൽകുകയാണ് ഈശോയുടെ ഉയർപ്പിലൂടെ. നമ്മളിങ്ങനെ തളർന്നു കിടക്കേണ്ടവരല്ലെന്നേ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. ഉത്ഥിതനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ഉത്ഥിതനിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഉത്തരം ലഭിക്കും. അപ്പോൾ നീ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഉത്ഥിതനെ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉത്ഥിതൻ്റെ വഴിയെ യാത്ര ചെയ്യാൻ ആരംഭിക്കണം. അല്ലാതെ നടക്കില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ഒരു തിരിച്ചറിയുടെ വഴി മനസ്സിലായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാം, ഹെറോദോസിൻ്റെ കൽപ്പന, ഹെറോദോസ് പറഞ്ഞത് കേട്ട് രാജാക്കന്മാർ തിരിച്ച് അങ്ങോട്ട് ചെല്ലേണ്ടതായിരുന്നു. കാരണം പോയി ആരാധിച്ചിട്ട് തിരിച്ചു പോവാ, എനിക്കും പോയി ആരാധിക്കണം എന്ന് പറഞ്ഞു വിട്ട അവർക്ക് മാലാഖ ഒരു സന്ദേശം കൊടുത്തു: വന്ന വഴിയെ പോകരുത്. നമ്മളോടൊക്കെ ഈ ഉണ്ണിയേശുവും പറയുകയാണ്, ഇതുവരെയും വന്ന വഴിയിൽ നിന്ന് ഒന്ന് മാറി യാത്ര ചെയ്യാൻ നോക്കൂ. എന്നും ഒരുപോലെ തന്നെ യാത്ര ചെയ്യാതെ ഒരു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കൂ. ഇന്നൊരു അത്ഭുതം നടന്നു കേട്ടോ, അതുകൂടെ നിങ്ങളോട് പറയാം. ഞാനിന്ന് ഒരു അപ്പച്ചനെ കാണാൻ പോയി. എനിക്ക് എൻ്റെ ഒരു പുസ്തകം വേണം എന്ന് പറഞ്ഞതനുസരിച്ച് പോയതാണ്. എനിക്കൊരു പരിചയമില്ല, ഓൺലൈനിൽ പറഞ്ഞതനുസരിച്ച് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ അപ്പച്ചന് 90 വയസ്സുണ്ട്. ഞാൻ അപ്പച്ചന് പുസ്തകമൊക്കെ കൊടുത്തു. അപ്പച്ചൻ പറഞ്ഞു, പുസ്തകമൊന്നും വായിക്കാനല്ല, പക്ഷേ അയച്ചൊന്നും മനസ്സിലാവുകയല്ല. ഞാൻ പറഞ്ഞ്, ഞാൻ ഈ പുസ്തകം തരാൻ വേണ്ടി മാത്രം വന്നതല്ല, അത് പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു, അഡ്രസ്സൊക്കെ തന്നായിരുന്നു. ഇപ്പം എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പച്ചൻ എൻ്റെ തലയിലൊന്ന് കൈവച്ചു പ്രാർത്ഥിക്കണം. അങ്ങനെ അപ്പച്ചൻ എൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. പൊന്നു സഹോദരങ്ങളെ, മറ്റു പലരുടെയും ആശീർവാദവും അനുഗ്രഹവും വാങ്ങി യാത്ര ചെയ്യാനുള്ള തീരുമാനം നമുക്കെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.